കൺട്രോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പഠിക്കുന്നതായിരിക്കും, നമുക്ക് അന്നേരം ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ചിലപ്പോൾ നല്ല ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് സൂപ്പർവൈസറിലോട്ട് മാറണമെന്ന് നോക്കിയാൽ പറ്റുമോ? ഒരു പ്രോബ്ലം തരും, എല്ലാവർക്കും ഒരേ സ്പീഡായിരിക്കത്തില്ല. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫൗണ്ടേഷൻ കോഴ്സും ചെയ്ത് റെസിഡൻഷ്യൽ ബാച്ചും ചെയ്തിട്ട് റിപ്പീറ്റിന് വന്നേക്കോ, അതിന് അവനെല്ലാം അറിയാം, ഇനി ഒന്ന് എക്സാം എഴുതിയാൽ മതി. പക്ഷേ ടച്ച് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുക്കൻ ഒന്നും കൂടെ റിപ്പീറ്റിന് വന്നേക്കോ. ഇഷ്ടമല്ലായിരുന്നു എനിക്ക് അവനെ. ആ കാട്ടിൽ ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ് ആണ് നല്ലത്. എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുള്ള അറിവാണ്, അവളാണ് പറയുന്നത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സാണ് ഓഫ്ലൈൻ ക്ലാസ്സിനെക്കാട്ടി ഇത്തിരി കൂടെ ബെറ്റർ. നിങ്ങളിപ്പോൾ ജൂണിലല്ലേ ജോയിൻ ചെയ്യുന്നത്, അടുത്ത മെയ്യിൽ നിർത്തുമായിരിക്കും, മെയ്യിൽ വരെ കാണും. അതായത് മെയ്യിൽ വരെ ഫ്യൂച്ചർ ഡോക്ടർ എല്ലാവരുടെയും നമ്മുടെ ഇത് അടിപൊളിയാട്ടോ. ഫ്യൂച്ചർ ഡോക്ടർ, ഡ്രീം ഡോക്ടർ, ഞാനും അതുപോലെ ആയിരുന്നു കേട്ടോ. വീട്ടിൽ കിട്ടുന്നവരെ ഡ്രീം ഡോക്ടർ എന്നായിരുന്നു എൻ്റെ മെയിൽ ഐ ഡിയിലെ ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചർ ഡോക്ടർ ചോദിച്ചിരിക്കുന്നത്, ചേച്ചി സാനിറ്ററി പാഡിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്, നമ്മൾ പോകുമ്പോൾ ആവശ്യത്തിനുള്ളത് കൊണ്ടുപോയാൽ മതിയോ, അവിടുന്ന് വാങ്ങാൻ പറ്റൂലേ, ചേച്ചി എന്തായിരുന്നു ചെയ്തത്? എടാ പാഡൊക്കെ കിട്ടും, പാഡൊക്കെ അവിടെ മേടിക്കാൻ കിട്ടും, എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ, അടുത്ത എല്ലാ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നതെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ അത്യാവശ്യം ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു, തന്നെയും പിന്നെ ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റിപ്ലൈ ചെയ്ത് ഞാൻ കുഴഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. നമ്മളിപ്പോൾ കുറച്ചായല്ലോ, കുറച്ചൊന്നും ആയില്ല, ഇപ്പോൾ ഡെയിലി വീഡിയോസ് വരുന്നുണ്ടല്ലേ, ചുമ്മാ ഒരു രസം. എനിക്കും ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഗൈസ്, നിങ്ങളുടെ സ്നേഹമാണ്, എനിക്കിഷ്ടമാണടാ, സംസാരിക്കാൻ ഇഷ്ടമാണ്, കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് അന്നേരം ഇന്ന് നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറേ ഡൗട്ട് നമ്മളിന്ന് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. കുറേ പേര് നമുക്കിപ്പം സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലാണ് കിട്ടുന്നതെങ്കിൽ സൂപ്പർവൈസ്ഡിൽ നിന്ന് കൺട്രോളിലോട്ട് മാറാൻ പറ്റുമോ, കൺട്രോളിൽ നിന്ന് സൂപ്പർവൈസിലോട്ട് മാറാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിലെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുപോകാൻ പറ്റുമോ, ഇത് കൊണ്ടുപോകാൻ പറ്റുമോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹോസ്റ്റലിൽ ഫോൺ അലൗഡ് ആണോ എന്ന്. എടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹോസ്റ്റലിൽ ഫോൺ അലൗഡ് ആണ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അലൗഡ് അല്ല. ഇപ്പം എല്ലാ ഹോസ്റ്റലിലും ഇപ്പോൾ തിങ്കൾ ബുധൻ വെള്ളി ഏതെങ്കിലും 3 ദിവസമായിരിക്കും ഫോൺ അലൗഡ് ആയിട്ടുള്ളത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ തിങ്കൾ ബുധന് വെള്ളിയായിരുന്നു ഫോൺ അലൗഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ ഒരു ദിവസം ചിലപ്പോൾ 2 മണിക്കൂർ ഫോൺ കിട്ടും. ആ 2 മണിക്കൂറിനിടയ്ക്ക് നമുക്ക് ഫുഡും കഴിക്കേണ്ടി വരും. രാത്രിയിലായിരിക്കും കേട്ടോ കിട്ടുന്നത്, ഫുഡും കഴിക്കേണ്ടി വരും, പിന്നെ വീട്ടിലും വിളിക്കേണ്ടി വരും. ഞാൻ കുറച്ച് കള്ളത്തരമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കിത്തിരി ടെൻഷൻ ജീവിയായിരുന്നു. അന്നേരം ഞാൻ ഈ ഫോണൊക്കെ എടുത്ത് ഒളിപ്പിച്ചൊക്കെ വയ്ക്കുമായിരുന്നു. അതായത് ടെൻഷൻ കയറുമ്പോൾ വീട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പം നമ്മുടെ റൂംമേറ്റ്സ് എല്ലാവരും ഒരേ ബാച്ച് ആയിരിക്കത്തില്ല. അതും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ നമ്മളാണ് നേരത്തെ വരുന്നതെങ്കിൽ ആ സമയത്ത് വേറെ ആർക്ക് ശല്യമൊന്നും ആകത്തില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അമ്മയൊക്കെ എടുത്ത് വിളിക്കുമായിരുന്നു. അതൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട, കാരണം ചില ഹോസ്റ്റലിലെ വാർഡന്മാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അവർ കണ്ടാൽ നല്ല രീതിയിൽ വഴക്ക് കിട്ടും. നമ്മൾ ഒന്നാമത് വീട്ടിൽ നിന്ന് മാറിയൊക്കെ നിൽക്കുമല്ലേടാ, അന്നേരം പെട്ടെന്ന് ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർ നമ്മൾ എന്തെങ്കിലും പറയുന്ന പോലെ ആയിരിക്കത്തില്ല അവരൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീലാവും, നമ്മുടെ മൂഡ് പോകും. നമ്മൾ മെയിനായിട്ട് ഒരു ലക്ഷ്യത്തിലല്ലേ പോയേക്കുന്നത്. അപ്പം ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ കാണിക്കണം എന്നല്ല, ഒന്ന് നോക്കിയും കണ്ടൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. അപ്പം നമുക്കല്ലേ അറിയൂ നമ്മുടെ ടെൻഷൻ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എടാ പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഹാൻഡ് സെറ്റേ പറ്റത്തുള്ളായിരുന്നു, നോക്കിയയുടെ ചെറിയ ഹാൻഡ് സെറ്റ്. ഇപ്പം ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പം അവിടെ സ്മാർട്ട് ഫോണും പറ്റും. പക്ഷേ സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഇതുപോലെ വിളിക്കുന്ന പർപ്പസിന് മാത്രമേ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഫോൺ കിട്ടുന്ന ദിവസം നമുക്ക് ചിലപ്പോൾ കുറച്ച് നെറ്റോ യൂട്യൂബോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും അത്രയും ദിവസങ്ങൾ അത്രയും സമയത്തേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ഹാൻഡ് സെറ്റ് മേടിക്കേണ്ടി വരത്തില്ല, കുഞ്ഞ് ഫോൺ മേടിക്കേണ്ടി വരത്തില്ല. അതേ ഉള്ള ആകെ ഒരു പ്രയോജനം. സ്മാർട്ട് ഫോൺ ആണെങ്കിലും നമുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അന്ന് കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ. അപ്പം അത് ക്ലിയർ ആയല്ലോ. ഹോസ്റ്റലിൽ ഫോൺ അലൗഡാണ്. 3 ദിവസമൊക്കെ ചിലപ്പോൾ ഫോൺ അലൗഡ് ആയിരിക്കത്തുള്ളൂ. പിന്നെ സ്മാർട്ട് ഫോണും കൊണ്ടുപോകാം, പക്ഷെ അതും ഇങ്ങനെ ഇത്രയും സമയത്തേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ അതത്ര ഉള്ളടാ. ഇനി ചേച്ചി, ക്യാൻ യു സേ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺട്രോൾഡ് ആൻഡ് നോൺ കൺട്രോൾഡ് ഹോസ്റ്റൽ ഇൻ ബ്രില്യൻറ്റ്? ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസ് മുതൽ പറയുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. എടാ, നമ്മുടെ ബ്രില്യൻറ്റിൽ നമുക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ വരുമല്ലോ. അതായത് ഇപ്പം നിങ്ങൾക്കിപ്പം കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ പഠിപ്പിക്കാൻ വരുമല്ലോ. ആ ടീച്ചേഴ്സിന് പുറമെ നമുക്കൊരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും.
ബ്രില്യൻറ്റിലെ എല്ലാ ബാച്ചിലും ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും. അപ്പോൾ ആ ടീച്ചർമാർ വാർഡനായിട്ട് വരുന്ന ഹോസ്റ്റലാണ്. അതായത് അവരെന്ന് പറയുന്നത് ബ്രില്യൻറ്റിൻ്റെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. അവർ വാർഡനായിട്ട് വരുന്ന ഹോസ്റ്റലാണ് കൺട്രോൾഡ് ഹോസ്റ്റൽ. അപ്പോൾ അവിടെ നമ്മുടെ എല്ലാ വീക്കിലും നമ്മുടെ ഡയറക്ടർമാർ വരും. ഡയറക്ടർമാർ വന്നിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് മോട്ടിവേഷനൊക്കെ തരും. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അവിടെ ഇത്തിരി ഡിസിഷൻസൊക്കെ ഇത്തിരി കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും. പിള്ളേരെല്ലാം ഇത്തിരി കൂടെ നല്ല മാർക്കുള്ളവർക്കാണല്ലോ കിട്ടുന്നത്. അന്നേരം എല്ലാവരും ഇങ്ങനെ പഠിക്കണം അങ്ങനത്തെ ഒരു മൈൻഡുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആയിരിക്കും. സൂപ്പർവൈസറിലെന്ന് വെച്ചാൽ അങ്ങനെ അല്ലെന്നല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം എല്ലാവരും പഠിക്കുന്നതാണ് അവിടെ. കാരണം 2 ലക്ഷം രൂപയല്ലേ ഇപ്പം മൊത്തത്തിൽ നമുക്ക് ഫീസ് വരുന്നത്. 94,000 GST ആണ്, അല്ല 84,000 GST അല്ലേ അവിടുത്തെ ഫീസ് തന്നെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹോസ്റ്റൽ ഫീയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിയർലി 2 lakhs ആവും. നമ്മൾ പോയിട്ട് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന പൈസയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ അത്രയാവും. അപ്പോൾ പിന്നെ ആരും അങ്ങനെ ഉഴപ്പാനായിട്ട് വരത്തില്ല. എല്ലാവരും ഫസ്റ്റ് ചാൻസിൽ തന്നെ മേടിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്യുവറായിട്ടൊരു പ്രൈവറ്റ് ഹോസ്റ്റലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം എൻ്റെ വീടാണ് ഞാൻ ഹോസ്റ്റലാക്കുന്നതെങ്കിൽ എൻ്റെ അമ്മയായിരിക്കും ചിലപ്പോൾ വാർഡൻ. അപ്പോൾ അതാണ് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ. കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രില്യൻറ്റിൻ്റെ നോൺ ടീച്ചിങ് സ്റ്റാഫൊക്കെ ആയിരിക്കും വാർഡൻ. പിന്നെ ഫുഡ് മെനു ഒക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതായത് എന്താണ് മെനു എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നിപ്പോൾ പുട്ടും കടലയാണെങ്കിൽ അവർക്കും പുട്ടും കടല അങ്ങനെ ആയിരിക്കത്തില്ലടാ. ഒരു ദിവസം പുട്ടും കടലയും കൊടുക്കണം, ഇപ്പോൾ ഒരു ദിവസം ചിക്കൻ കൊടുക്കണം, അല്ലെങ്കിൽ 2 ദിവസം ചിക്കൻ കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും. അതെല്ലായിടത്തും സെയിം ആയിരിക്കും. പിന്നെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. എനിക്ക് തോന്നുന്നത് മാരിഗോൾഡിലായിരിക്കും എമറാൾഡിലും മാരിഗോൾഡിലും റെസിഡൻസ് ക്രൂമുണ്ട പേള് അങ്ങനത്തെ കുറച്ച് ഹോസ്റ്റലിൽ മാരിഗോൾഡിൻ്റെ ഫുഡ് തന്നെയാണ് പോകുന്നത്. ഫുഡ് ശരിക്കും സീനാണ് കേട്ടോ. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ അത്ര എനിക്കിഷ്ടമല്ലടാ. എനിക്ക് എറണാകുളത്തെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ മൊത്തത്തിൽ ഇപ്പം ഹോസ്റ്റലിലെ ഫുഡ് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് കോട്ടയത്തെ ഫുഡ് അടിപൊളി ഇഷ്ടമായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫുഡാട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വന്നപ്പോൾ ആകെ മിസ് ചെയ്തത് അവിടുത്തെ ഫുഡാണ്. അപ്പം അങ്ങനെ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൂപ്പർവൈസ്ഡ് ആൻഡ് കൺട്രോൾഡ് ഹോസ്റ്റൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേ. ചേച്ചി കൺട്രോൾഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തരുമോ? ഓൾസോ ടെൽ വിച്ച് ഇസ് ബെറ്റർ. എടാ ഇപ്പം കൺട്രോൾഡ് ഹോസ്റ്റൽ ബെറ്റർ ആണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹോസ്റ്റലിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു പരിപാടിയാണ്. ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക. കാരണം ആദ്യം എല്ലാവരും ഓക്കെ ആയിരിക്കും ഇവിടെ. പിന്നെ നമുക്ക് മാർക്ക് കിട്ടാഞ്ഞിട്ട് ബാക്കി മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളൊരിത് ചിലപ്പം ചിലവരെ ഓരോ തരത്തിലുള്ള ആളുകളല്ലേടാ. അപ്പം ചിലപ്പോൾ അവർ നമ്മുടെ അലാം എടുത്ത് ഓഫ് ചെയ്ത് വെക്കും. ചിലപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കും, ചിലപ്പോൾ ഉറക്കം സംസാരിക്കും, അങ്ങനത്തെയൊക്കെ കൊച്ചുങ്ങൾ. ഇപ്പോൾ അതൊക്കെ നമ്മുടെ കൺട്രോൾഡ് ഹോസ്റ്റലിലാണ് നടക്കുന്നെങ്കിൽ നമുക്ക് അപ്പോഴേ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡൻ എന്ന് പറയുന്ന അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് തന്നെയല്ലേ, അവർ വന്ന് നല്ലത് കൊടുക്കും. ചിലപ്പം ഒത്തിരി കണ്ട അഹങ്കാരമാണെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൺട്രോൾഡിലുണ്ട്. സൂപ്പർവൈസ്ഡും ഒട്ടും മോശമല്ല. പിന്നെ സൂപ്പർവൈസ്ഡിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾഡിൽ നമുക്ക് ഫോണിൻ്റെ കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. അതേസമയം സൂപ്പർവൈസ്ഡിലാണെങ്കിൽ നമുക്ക് ചില ഹോസ്റ്റലുകളിൽ നമുക്ക് എപ്പോൾ വേണേൽ ഫോൺ ഉപയോഗിക്കാം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. എപ്പോൾ വേണേൽ ഫോൺ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് കാണും. അപ്പോൾ അങ്ങനത്തെ പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ രണ്ടിനും രണ്ട് അതിൻ്റേതായ രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി കൺട്രോൾഡിൽ നിന്ന് സൂപ്പർവൈസിലോട്ട് മാറാൻ പറ്റും. ഇപ്പം കൺട്രോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പഠിക്കുന്നതായിരിക്കും, നമുക്ക് അന്നേരം ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ചിലപ്പോൾ നല്ല ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് സൂപ്പർവൈസിലോട്ട് മാറണമെന്ന് നോക്കിയാൽ പറ്റുമോ? അതൊക്കെ പറ്റുമോടാ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഫുൾ ഹോസ്റ്റലും അങ്ങനെ അങ്ങ് ഫില്ലാവത്തില്ല. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ അടുത്തുള്ള ഹോസ്റ്റൽ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിന് തൊട്ട് അടുത്തുള്ള ഹോസ്റ്റലൊക്കെ കിട്ടത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞാണ് ശ്രമിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ദൂരോട്ടൊക്കെ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല. കൺട്രോൾഡ് ആവട്ടെ സൂപ്പർവൈസ്ഡ് ആവട്ടെ ബ്രില്യൻറ്റിൻ്റെ ബസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പിന്നെടാ ഇപ്പം സൂപ്പർവൈസ്ഡിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ പ്രശ്നങ്ങളുണ്ട്, തീരെ പറ്റുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കൺട്രോൾഡിലോട്ട് മാറാനും പറ്റും. നമ്മൾ ബ്രില്യൻറ്റിലെ ഡയറക്ടേഴ്സിനെ ചെന്ന് മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നടക്കും. കാരണം എന്താണെന്നറിയാവൂടാ, ഇപ്പം നമ്മൾ ആദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മാസം ചിലപ്പോൾ ഫുള്ള് കൺട്രോൾഡ് ഹോസ്റ്റലും ഫില്ലായിരിക്കും. പക്ഷേ പിന്നെ ഈ പിള്ളേർക്ക് ഹോം സിക്നസ് അടിക്കും, ചിലവർക്ക് ടെൻഷൻ അടിച്ചിട്ട് പഠിക്കാൻ പറ്റാതാവും. അപ്പോൾ അവർ കൂടുതൽ കുറേ പേരും കണ്ടുവരുന്നൊരു ട്രെൻഡ് അങ്ങനെയാണ്, അവർ വീട്ടിൽ നിന്ന് ഒരാളുമായിട്ട് വന്നിട്ട് ഒരു വീടെടുത്തിട്ട് മാറും. ഇപ്പോൾ എൻ്റെ അനിയത്തി അങ്ങനെയായിരുന്നു. ആൾ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലായിരുന്നു. എന്നിട്ട് അവൾക്ക് ഇതുപോലെ പറ്റാതായിട്ട് അവൾക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയി. ഒന്നാമത് ഇത്തിരി ഹോം സിക്നസ് ഉള്ള ആളാണ്, വീട്ടിൽ നിന്ന് അങ്ങനെ മാറി ഒന്നും നിന്നിട്ടില്ല. അങ്ങനെ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിനടുത്തൊരു വീടെടുത്തിട്ട് അമ്മയായിട്ട് നിൽക്കുക. എന്നിട്ട് ഇപ്പം അവളെപ്പോൾ ഒരാൾ അങ്ങനെ വെക്കേറ്റ് ചെയ്യുമ്പം ആ ഒരു വേക്കൻസി വരുമല്ലേ. അപ്പോൾ ഇപ്പോൾ സൂപ്പർവൈസ്ഡ് ചെയ്യുന്ന ഒരാൾക്ക് കൺട്രോളിലോട്ട് മാറണമെന്ന് അവർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ചിലപ്പം ഈ ഹോസ്റ്റലിലോട്ട് അലോട്ട് ആവും. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഞാൻ കൺട്രോൾഡ് ഹോസ്റ്റലായിരുന്നു, റെസിഡൻസ് ക്രൂമുൻ്റെ ആയിരുന്നു. അപ്പം നമുക്കെന്ന്
പറയുമ്പോഴത്തേക്കും ഈ കോവിഡിൻ്റെ സമയത്തായിരുന്നു നമ്മളെ വീട്ടിലോട്ട് അയച്ചത്. അതായത് മാർച്ച്. നമുക്ക് ഫെബ്രുവരി വരെയും പിള്ളേരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതായത് കുറേ പേര് വീടെടുത്ത് മാറും. എക്സാം എടുക്കുമ്പോൾ, അതായത് നമ്മുടെ മോഡൽ എക്സാംസ് എടുക്കുമ്പോൾ കുറേ പേര് വീടെടുത്ത് മാറും. അന്നേരം പോലും സൂപ്പർവൈസ്ഡ് ചെയ്യുന്ന കൺട്രോളിലോട്ട് പിള്ളേർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാറും. നമ്മൾ ജസ്റ്റ് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ക്യാമ്പസിലുള്ള ഫാക്കൽറ്റീസിൻ്റെ ഇടയ്ക്കോ പറഞ്ഞാൽ മതി. ഫാക്കൽറ്റീസ് അല്ല, സ്റ്റാഫിൻ്റെ ഇടയ്ക്കോ പറഞ്ഞാൽ മതി, നമുക്കിതുപോലെ സൂപ്പർവൈസ്ഡ് പറ്റുന്നില്ല, ഇന്ന കാരണങ്ങളൊന്നും പറ്റുന്നില്ല, ഒരു കൺട്രോൾഡ് ഉണ്ടെങ്കിൽ അറിയിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ വേക്കൻസി വരുമ്പോൾ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതങ്ങനെ 2 രീതിയിൽ മാറാൻ പറ്റും. കൺട്രോൾഡിൽ നിന്ന് സൂപ്പർവൈസ്ഡിലോട്ടോ സൂപ്പർവൈസ്ഡിൽ നിന്ന് കൺട്രോൾഡിലോട്ടോ മാറാൻ പറ്റും. ചിലപ്പം നിങ്ങൾക്ക് ഇന്ന് മാറണമെന്ന് തോന്നിയാൽ ഇന്ന് തന്നെ ചിലപ്പോൾ മാറാൻ പറ്റണം എന്നില്ല. എങ്ങനെ? സൂപ്പർവൈസ്ഡിൽ നിന്ന് കൺട്രോൾഡിലോട്ട്. അതൊരു വേക്കൻസി വരുന്നതനുസരിച്ച് പറ്റും. പക്ഷേ വേക്കൻസി വരുവാടെ എല്ലാ കൊല്ലവും ആ ഒരു ട്രെൻഡ് ഉള്ളതാണ്. കുറേ പേര് വീട്ടിലോട്ട് പോകും. നമ്മുടെ ഹോസ്റ്റലെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം 2 ദിവസമേ ഫോൺ അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. തിങ്കളും വെള്ളിയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കൂടുതലും സിംഗിൾ ചൈൽഡ്, അതായത് ഒറ്റ മക്കളുള്ളവർക്കെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്നായിരിക്കും ഇങ്ങനെ മാറി നിൽക്കുന്നത്. വിഷമമൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ കുറേ പേരിങ്ങനെ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സാറ് 3 ദിവസം ഫോണാക്കി. എന്നിട്ടും ഇതേ ട്രെൻഡ് തുടർന്നപ്പോൾ സാറ് 4-5 ദിവസം വരെ ഫോൺ തന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിലും വിളിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ. ചേച്ചി, ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയായിരിക്കും? നമ്മളുടെ ലെവൽ ഇറങ്ങി പഠിപ്പിക്കുമോ? ചിലതിനൊക്കെ ബേസിക്സ് ഒക്കെ മറന്നുപോയി, സോ ഒരു പേടി. ഭൂരിഭാഗം ടീച്ചേഴ്സ് നമ്മളുടെ ലെവലിൽ ഇറങ്ങി പഠിപ്പിക്കും. കുറച്ച് ഏജ്ഡ് ഔട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിനേ ഉള്ളൂ നമ്മളെന്തോ UG കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് PG എടുക്കാൻ വന്നേക്കുവാണ് നമുക്കെല്ലാം അറിയാമെന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം ചില ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പിള്ളേരുണ്ടായിരിക്കും. എൻ്റെ ക്ലാസ്സിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, എനിക്ക് കണ്ടേ കൂടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഫിസിക്സിനൊരു പ്രോബ്ലം തരും, എല്ലാവർക്കും ഒരേ സ്പീഡായിരിക്കത്തില്ല. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫൗണ്ടേഷൻ കോഴ്സും ചെയ്ത് റെസിഡൻഷ്യൽ ബാച്ചും ചെയ്തിട്ട് റിപ്പീറ്റിന് വന്നേക്കോ. അതിന് അവനെല്ലാം അറിയാം, ഇനി ഒന്ന് എക്സാം എഴുതിയാൽ മതി. പക്ഷേ ടച്ച് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുക്കൻ ഒന്നും കൂടെ റിപ്പീറ്റിന് വന്നേക്കോ. ഇഷ്ടമല്ലായിരുന്നു എനിക്ക് അവനെ. അവനിങ്ങനെ വന്നിട്ട് നമ്മൾക്ക് ടീച്ചേഴ്സ് ഒരു പ്രോബ്ലം തരും, നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ആൻസർ വിളിച്ച് പറയും. ഇപ്പോൾ സാർ ഇപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കും ആൻസർ വിളിച്ച് പറയും. മനസ്സിലായി? ഇപ്പം സാർ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് എന്തെങ്കിലും ഇപ്പോൾ കീലേറ്റിംഗ് ലിഗാൻഡെന്ന് ഇങ്ങനെ സാറ് ബോർഡിൽ കീലേറ്റിംഗ് ലിഗാൻഡെന്ന് എഴുതിയിടുമ്പോൾ ഇവൻ എഴുന്നേറ്റ് നിന്ന് കീലേറ്റിംഗ് ലിഗാൻഡ് എന്തുവാന്ന് പറയും. അപ്പോഴത്തേക്ക് സാർ എന്ത് വിചാരിക്കുന്നത്? നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും എല്ലാം അറിയാം. സാർ അത് വായിച്ചിട്ട് വേറെ ടോപ്പിക്ക് എടുത്ത് പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് അവിടെ പിള്ളേർ തന്നെ ദേഷ്യപ്പെട്ട് ഡേറ്റ് അവസാനം പറയുമായിരുന്നു, ഇവന് മാത്രം പഠിച്ചാൽ മതിയെന്ന് വരെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണോ എന്ന് എനിക്കറിയത്തില്ല. പിള്ളേരുടെ നല്ല രീതിയിലുള്ള പ്രാക്ക് മേടിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഇവന് ആൻസർ വിളിച്ച് പറയും. അപ്പോൾ സാർ പെട്ടെന്ന് ആ പ്രോബ്ലം ഇതാക്കിയിട്ട് വേറെ പ്രോബ്ലം പഠിപ്പിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചില ടീച്ചേഴ്സ് നല്ല രീതിയിൽ വഴക്ക് പറയുമായിരുന്നു അവനെ. നിനക്ക് വല്ല ഡൗട്ട് ചോദിക്കണമെങ്കിൽ നീ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കുക, ക്ലാസ്സിനിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യരുത്, ബാക്കിയുള്ള പിള്ളേരുടെ സമയം കൂടെയാണ് നീ കളയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് വഴക്ക് കൊടുക്കുന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പിള്ളേർ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായിട്ട് പോവാം. ഭൂരിഭാഗം ടീച്ചേഴ്സും ബേസിക്സ് മുതലായിരിക്കും പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാം അവരങ്ങ് പറഞ്ഞു തരും, അങ്ങനെ ഒരു ഇതാവരുത്. അഥവാ ഇൻ കേസ് അവർ എന്തെങ്കിലും പറഞ്ഞു തരുന്നില്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതായത് ബ്രില്യൻറ്റിൻ്റെ അത് ഓരോന്ന് പറയുമ്പോഴാണ് വേറെ ഓരോന്ന് ഓർക്കുന്നത്. അപ്പോഴേ നമുക്ക് ബ്രില്യൻറ്റിൽ നിന്ന് ടാബ് തരും. നമ്മളെന്തോ 7,000 എന്തോ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടാബ് തരും, കസ്റ്റമൈസ്ഡ് ടാബ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ലേണിംഗ് ആപ്പും ബാക്കിയുള്ള ഫെസിലിറ്റീസേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഗൂഗിൾ, യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റ അതൊന്നും പറ്റൂല. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനകത്തിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ. പക്ഷേ ഹോസ്റ്റലിൽ മിക്കവാറും വൈഫൈ കാണണമായിരിക്കും അവിടെ. അല്ലാതെ ഇപ്പോൾ നമുക്ക് ടാബിൽ സിമ്മ് പോലും എടുക്കാൻ പറ്റാത്ത ടാബിൽ നമുക്ക് നെറ്റ് കണക്ഷൻ കിട്ടത്തില്ലല്ലോ. അപ്പം ഹോസ്റ്റലിൽ വൈഫൈ ഫെസിലിറ്റീസ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണാം. അപ്പം വലിയ സീനൊന്നും ഇല്ലടാ. നമുക്കിപ്പോൾ എല്ലാവരും പഠിപ്പിക്കണം എന്നുള്ളൊരു നിർബന്ധത്തിൽ നമ്മൾ ഇരിക്കരുത്. ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെയായിരിക്കും പഠിക്കുന്നത്. കാരണം അവർ പഠിപ്പിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടെ, ഞങ്ങളിപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടെ ടീച്ചേഴ്സ് കുറേ പഠിപ്പിച്ചാലും നമ്മളത് പ്രാക്ടിക്കൽ നോളജ് വേണ്ടേടാം. നമ്മളത് ചെയ്തേ പഠിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറേ മെഡിസിൻസിൻ്റെ പേര് കാണാതെ പഠിച്ചാൽ അത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എഴുതിയേ പഠിക്കത്തുള്ളൂ. ഹൗസ് സർജനൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഒത്തിരി പ്രിസ്ക്രിപ്ഷൻ എഴുതിയേ പഠിക്കത്തുള്ളൂ. അതിപ്പം HS ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും പറയാറുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ അവർ പഠിപ്പിക്കുമെങ്കിലും നിങ്ങൾ കുറേ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തന്നെയായിരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാലേ നിങ്ങളുടെ മനസ്സിലിരിക്കത്തോ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഫിസിക്സ് ന്യൂമറിക്കൽസ് ഒക്കെ ക്ലാസ്സിൽ ചെയ്യിക്കും, ഫുള്ള് ചെയ്യിക്കും. അവർ ചിലപ്പം ഇപ്പോൾ ഒരു വലിയ നമ്പറാണെങ്കിൽ ഇപ്പോൾ 2.14 × 1.3 × 1.2 അതുവരെ ചെയ്തിട്ട് നമ്മളോട് പറയും, കണ്ടുപിടിച്ചിട്ട് ആൻസർ പറയാം. ചിലവർ ഇക്വേഷൻസ് എഴുതിയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങനെ പറയും. പിന്നെ നല്ല രീതിയിൽ ചില ടീച്ചേഴ്സ് ആണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കടാ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യ്, കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. അങ്ങനത്തതും ഉണ്ട്. 3 ടൈപ്പും ഉണ്ട്. ഫുള്ള് എന്ന് വെച്ചാൽ അവർ ഇപ്പോൾ നമ്മളോട് ചെയ്യാൻ പറയുന്നെങ്കിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ സാറുമാർ പറഞ്ഞൊക്കെ തരും കേട്ടോ. അപ്പോൾ അങ്ങനെ
ചേച്ചി ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ് നല്ലതാണോ, ബേസ് മുതൽ എടുക്കുമോ? എടാ റിലേറ്റീവ്ലി ഓഫ്ലൈൻ ക്ലാസ്സിനെക്കാട്ടിൽ ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ് നല്ലത്. എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുള്ള അറിവാണ്. അവളാണ് പറയുന്നത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സാണ് ഓഫ്ലൈൻ ക്ലാസ്സിനെക്കാട്ടി ഇത്തിരി കൂടെ ബെറ്റർ. മാത്രമല്ല ഫീസിന് നല്ലൊരു വ്യത്യാസം ഉണ്ടല്ലോടാ. പിന്നെ ചില പിള്ളേർ വീട്ടിലിരുന്ന് ഉഴപ്പും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ 4 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഞാനിന്ന് 4 മണിക്കൂർ പഠിച്ച് അങ്ങനെ ആയിരിക്കും. അതേസമയം നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഈ 4 മണിക്കൂർ പഠിക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് ഒരാൾ 6 മണിക്കൂർ പഠിക്കുന്നതും മറ്റേ ആൾ 8 മണിക്കൂർ പഠിക്കുന്നതും കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്ര ഒന്നും പോരാ എന്ന് തോന്നും. മറ്റേത് നമ്മൾ ഒറ്റയ്ക്കാകുമ്പം 4 മണിക്കൂർ പഠിച്ച് എന്നാൽ ഇത്രയും മതി, പഠിക്കാനുള്ളതെല്ലാം പഠിച്ചില്ലേ എന്നാൽ ഇത്ര മതി, അങ്ങനൊരു ഫീല് വരും. അപ്പോൾ ആ ഒരു ഫീല് വരാതിരിക്കാനാണ് കൂടുതൽ പേരും ഈ ഓഫ്ലൈൻ പോകുന്നത്. കാരണം ഉഴപ്പാനുള്ള സാഹചര്യത്തിൽ കൂടുതലാണ്. അപ്പം അങ്ങനെ ഇനി അടുത്തത് എന്തായിരുന്നു? ഫിസിക്സ് ന്യൂമറിക്കൽസ് ക്ലാസ്സിൽ ചെയ്യിക്കുമോ പറഞ്ഞു. പിന്നെന്തോന്നായിരുന്നു? ചേച്ചി ഡിസഡ്വാൻറ്റേജസ് ഓഫ് MBBS ഒരു വീഡിയോ ചെയ്യാമോ? പിന്നെന്താ ചെയ്യാമല്ലോ. ഈ വീഡിയോയിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടി പോവടാ, ലെങ്ത് ആയി പോവും. പിന്നെ ഒരാൾ എൻ്റെ അടുക്ക് മറ്റേ എന്തായിരുന്നു ഡേ ഡ്രീമിങ് ആൻഡ് ആസ്പിറൻസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു സൈക്യാട്രിയിലെ സാറിനോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് സംഭവം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഞാൻ ചുമ്മാ ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവിടെ അന്വേഷിച്ചിട്ട് ചെയ്യാം കേട്ടോ. അതും ചെയ്യാം. ചേച്ചി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ബ്രില്യൻറ്റിൽ നോട്ട്ബുക്കിന് പകരം പേപ്പേഴ്സ് ആയിരിക്കും നല്ലതെന്ന്. ബട്ട് അത് മാനേജ് ചെയ്യാൻ പാടായിരിക്കത്തില്ലേ? പകരം 2 ബുക്ക് എടുത്താൽ മതിയോ? എടാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ കൂടുതൽ പേരും ഇപ്പം നിങ്ങൾ ചെന്നാൽ കൂടുതൽ പേര് A4 ഷീറ്റ് തന്നെ ആയിരിക്കും. A4 ഷീറ്റ് മറ്റേ പിൻ ചെയ്ത് അവർ വെക്കുമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഇത്രയും കൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ 2 ബുക്കിൽ 6 ടീച്ചേഴ്സൊന്നും ആയിരിക്കത്തില്ല കയറുന്നത്. പല ചാപ്റ്റേഴ്സ് എടുക്കാൻ ടീച്ചേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ എൻ്റെ ഒരു സജഷനാണ്, നിങ്ങളെന്തായാലും ഒരു ബണ്ടിൽ പേപ്പറും കൂടെ മേടിച്ചുകൊണ്ട് പൊക്കോടാല്ലോ. ഒരു ബണ്ടിൽ മേടിച്ചില്ലെങ്കിൽ ഒരു കൊച്ചു പാക്കറ്റെങ്കിലും മേടിച്ചുകൊണ്ട് പൊക്കോ. ഇൻ കേസ് ഇപ്പോൾ അവിടെ ചെന്നിട്ട് അതാണ് ബെറ്റർ എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമല്ലോ. നിങ്ങൾ തന്നെ മനസ്സിലാക്കുവാടാ, കുഴപ്പമില്ല. അവനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യാമ്പസിൽ തന്നെ എല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടുമോടാ. ക്യാമ്പസിൽ തന്നെ നിങ്ങൾക്ക് A4 ഷീറ്റ്, പേപ്പർ, പെൻസിൽ എല്ലാം കിട്ടും. പിന്നെ ബ്രില്യൻറ്റിൽ നല്ല പബ്സ് കിട്ടും കേട്ടോ. ക്യാൻറ്റീനുണ്ട്, കഫറ്റീരിയ ഉണ്ട്. കഫറ്റീരിയയിൽ നല്ല അടിപൊളി പബ്സ് കിട്ടും കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും നല്ല പബ്സ് കഴിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ്. അടിപൊളി സീൻ പബ്സാടാ, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നമ്മളിപ്പം എല്ലാവരും ചേച്ചി എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നും. എടാ നമുക്ക് 24 മണിക്കൂർ പഠിത്തം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ? അവിടുത്തെ ആകെ എൻ്റർടൈൻമെൻറ്റ് ഫുഡാണ്. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും നമുക്ക് ആകെ ഹോസ്റ്റലിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഫുഡ് മാത്രമാണ്. അപ്പം അങ്ങനെ ബ്രില്യൻറ്റിൽ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം എത്ര മന്താണ് ഉള്ളത്? അതിനുശേഷം അവിടെ പഠിക്കാൻ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരുമോ? എടാ ബ്രില്യൻറ്റിൽ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പം എന്താ, ഇപ്പം നിങ്ങളിപ്പോൾ ജൂണിലല്ലേ ജോയിൻ ചെയ്യുന്നത്. അടുത്ത എന്താണ് മെയ്യിൽ നിർത്തുമായിരിക്കും. മെയ്യിൽ വരെ കാണും. അതായത് മെയ്യിൽ വരെ ഇപ്പം നിങ്ങൾക്ക് May 5 എക്സാം എന്ന് വിചാരിച്ചോ, May 4 വരെ നിങ്ങൾക്ക് എന്താണ് മോഡൽ എക്സാംസ് ഉണ്ടാവും. അപ്പോൾ കുറേ പേരെന്ന് പറയുന്നത് കോട്ടയം തന്നെ ആയിരിക്കും സെൻറ്റർ കൊടുക്കുന്നത്. ഈ കോഴിക്കോട്, അതായത് ലാസ്റ്റത്തെ മോഡൽ എക്സാമും കൂടെ എഴുതിയിട്ട് പോയി നീറ്റ് എഴുതാമെന്ന് വിചാരിച്ചിട്ട് കുറേ പേര് കോട്ടയത്തായിരിക്കും കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ചിലപ്പം ഫീസ് എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ ടൈം പേയ്മെൻ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 or 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യാം. അതിപ്പോൾ നിങ്ങൾ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റും. നമ്മുടെ കോഴ്സ് തീരുന്നതിന് മുന്നേ അവരെന്തായാലും മേടിക്കും കേട്ടോ. അതങ്ങനെ ആയിരിക്കും. അപ്പം അങ്ങനെ മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ ജൂൺ മുതൽ അടുത്ത മെയ് വരെ നിങ്ങൾക്ക് എന്തായാലും അവിടെ ക്ലാസ്സസ് കാണും. പിന്നെ ചിലവർ ഇപ്പം വീട്ടിലൊക്കെയാണ്, വീട്ടിൻ്റെ കൊല്ലത്ത്, ഇപ്പം എൻ്റെ വീട് കൊല്ലമാണ്. അപ്പം ഞാൻ കൊല്ലത്താണ് എക്സാം സെൻറ്റർ കൊടുത്തത്. അപ്പം ഞാൻ അതിന് മുന്നേ നിർത്തും. ചിലവരങ്ങനെ ആയിരിക്കും. അപ്പം അങ്ങനെ അലാറം ക്ലോക്ക് കൊണ്ടുപോകണോ? അലാം വെക്കാൻ വേറെ സോഴ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. എടാ നമുക്ക് ഈ കസ്റ്റമൈസ്ഡ് ടാബ് അവർ തരത്തില്ല. ആ ടാബിനകത്ത് അലാം ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അലാം ക്ലോക്ക് മേടിച്ചുകൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളെന്ന് പറയുന്നത് എടാ ഇപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ടെൻഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉറങ്ങും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടുക, അന്നേരം പെട്ടെന്ന് നമ്മൾ ഉറങ്ങിപ്പോകാനൊരു സാഹചര്യമുണ്ട്. ചെറിയ സൗണ്ടൊന്നും കേട്ടാൽ എണീക്കത്തുമില്ല. അപ്പോൾ അലാം ക്ലോക്ക് നല്ലതായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സൗണ്ടായിരിക്കും. പിന്നെ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാവോടാ, ഈ ചില പിള്ളേരുണ്ടല്ലോ ഇപ്പോൾ 2 മണി വരെ പഠിച്ചിട്ട് 4 മണിക്ക് അലാം വയ്ക്കും. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും പൊങ്ങത്തില്ല. അന്നേരം ഇതിങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പം രാത്രി കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പം എഴുന്നേക്കും, പഠിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പം
ഇറിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണി മുതൽ ഇത് അടിക്കാൻ തുടങ്ങും. നമുക്ക് ഓരോ റൂം തോറും കയറി ചെന്ന് ഇത് ഓഫ് ചെയ്യാനേ ഉള്ളായിരിക്കും സമയം. കാരണം അത്ര ഡിസ്ട്രാക്റ്റഡ് ആവും. നിങ്ങൾ വിചാരിക്കുന്ന കൂട്ടൊരു ഒരു സൗണ്ട് അല്ല. ഒരു റൂമിൽ ഒരു 4-5 അലാം ഇടുന്ന അടിക്കുന്ന നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കി. ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന ആളായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇതേ ഉള്ളൂ പരിപാടി. ചെന്ന് ഓഫ് ചെയ്യുക, അടുത്ത റൂമിൽ കയറുക, ഓഫ് ചെയ്യുക. ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ഈ ജനലിൽ ഇങ്ങനെ കൊട്ടുമായിരുന്നു. നിങ്ങൾ പരമാവധി ബാക്കിയുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കുക. എല്ലാവരും പഠിക്കാനാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കൂട്ട് ഫീസ് അടച്ചിട്ടാണ് വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ നമ്മൾ സെൽഫിഷ് ആവുന്നൊരു ടൈമാണ്. കാരണം വേറൊരാളുടെ ചാൻസിലാണ്. ഇപ്പം ഇത്രയും പേര് എഴുതുന്ന എക്സാമിന് ഇത്ര സീറ്റല്ലേ ഉള്ളൂ. അന്നേരം നമ്മൾ ഒരാളെ പുറത്താക്കിയിട്ട് തന്നെയല്ലേ നമ്മൾ കയറുന്നത്. മറ്റേ ലൂസിഫറിൽ പറയുന്ന പോലെ ഒരു തട്ട് ഒരു തള്ള്, അത് പരിപാടി തന്നെ ഇവിടെയും. ഇപ്പം എന്നാലും പരമാവധി ഒരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവമെങ്കിലും നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ചേച്ചി, എൻ്റെ കയ്യിൽ ഡിലീറ്റഡ് പോർഷൻസ് ഉള്ള NCERT ആണുള്ളത്. ഞാൻ വേറെ ബുക്ക് വാങ്ങിക്കണോ അതോ ഇല്ലാത്ത പോർഷൻസ് ഫോട്ടോ കോപ്പി എടുത്താൽ മതിയോ? എടാ, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇത്രയും മാറ്റങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് വരും. വേണേൽ പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നിങ്ങൾ അത്രയും പോർഷൻസ്, കട്ടായിട്ടുള്ള പോർഷൻസ് വായിക്കാതെയും പുതിയ ആഡ് ചെയ്ത പോർഷൻസ് PDF നോക്കി വായിച്ചാലും മതി. PDF നോക്കി വായിക്കാതെ പറ്റുവാണെങ്കിൽ എൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാൻ നോക്കണം. അതായിരിക്കും ഇത്തിരി കൂടെ എളുപ്പം. പിന്നെ ടെക്സ്റ്റ് മേടിക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. എല്ലാം ഒരിടത്ത് തന്നെ ഇരിക്കുമല്ലോടാം. അപ്പോൾ അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്കിനിപ്പോൾ വേറെ ടെക്സ്റ്റ് മേടിക്കണമെങ്കിൽ അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നീറ്റിൻ്റെ റെഫറൻസ് ബുക്ക് പറയുമോ NCERT കൂടാതെ? എടാ, നമ്മുടെ NCERT ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കുറേ എക്സസൈസസ് ഇല്ലേ? അപ്പം അതിനകത്തിൽ തന്നെ ഇപ്പം എല്ലാ ചാപ്റ്റേഴ്സിലും സോൾവ്ഡ് ആയിട്ടുള്ള എക്സസൈസസും കാണും. ബാക്കിൽ നമുക്കായിട്ട് ചെയ്യാനുള്ള ഇതും കാണും. പറ്റുവാണെങ്കിൽ എന്ന് വെച്ചാൽ അതിൽ നിന്ന് അങ്ങനെ എല്ലാ കൊല്ലവും അങ്ങനെ ചോദിക്കാറില്ല. വല്ലപ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇപ്പോൾ അരിഹണ്ടിൻ്റെ എങ്ങാനും അതിൻ്റെ സൊല്യൂഷൻസ് കിട്ടും. അതായത് NCERTയുടെ ആ ബാക്കിലുള്ള എക്സസൈസസിൻ്റെ സൊല്യൂഷൻസ് കിട്ടും. അതും കൂടെ വേണമെങ്കിൽ ഒന്ന് മേടിച്ചോ. പിന്നെ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. MDG എന്ന് പറയുന്ന ബുക്കാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. സൈഡിൽ കൊടുക്കാം. പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, എക്സ്പീരിയൻസ് ആണേ. അപ്പം അങ്ങനെ ചേച്ചി, ബ്രില്യൻറ്റിൽ യൂണിഫോം ഉണ്ടോ? യൂണിഫോം ഉണ്ടടാ. ബ്രില്യൻറ്റിൽ ഇപ്പം ടീഷർട്ട് തരും, പക്ഷേ പാൻസ് തരില്ല. പാൻസ് നമ്മുടെ ഇഷ്ടത്തിന് വേണേ ബാഗി ജീൻസോ പലാസോയോ ലെഗിൻസോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ഇടാം. അവിടെ നിന്ന് അത് തരും. പിന്നെ എടാ, ഈ ഡിലീറ്റഡ് പോർഷൻസിൻ്റെയൊക്കെ PDF ബ്രില്യൻറ്റിൽ നിന്ന് തരും കേട്ടോ. ഡിലീറ്റഡ് പോർഷൻസിൻ്റെ അല്ല, ആഡഡ് പോർഷൻസിൻ്റെയൊക്കെ PDF ബ്രില്യൻറ്റിൽ നിന്ന് തരും. ചിലപ്പോൾ അവരതൊരു പ്രിൻ്റ് ഔട്ട് ആക്കിയും തരും. കാരണം ഞങ്ങളുടെ സമയത്ത് ഇതുപോലെ കുറേ ആഡഡ് പോർഷൻസ് ഉണ്ടായിരുന്നു, കുറേ കറക്ഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രില്യൻറ്റിൽ നിന്ന് നമുക്കൊരു ബുക്ക് പോലെ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും വേണേൽ അത് തരും. പക്ഷേ പുതിയ ടെക്സ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തരാനുള്ള സാഹചര്യം കുറവായിരിക്കും. അവർ ആ ടെക്സ്റ്റ് മേടിക്കാനേ പറയത്തുള്ളൂ. ഡിപ്പെൻസ് ആണ്, ചിലപ്പോൾ തരും. നിങ്ങളെന്തായാലും അതൊന്ന് ബ്രില്യൻറ്റിൽ ചെന്ന് അന്വേഷിച്ചിട്ട് പുതിയ ടെക്സ്റ്റ് മേടിക്കുക കേട്ടോ. അവിടുന്ന് അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുമെങ്കിൽ നമ്മളിപ്പം ടെക്സ്റ്റ് മേടിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളുടെ സൗകര്യം പോലെ. എനിക്കിന്നൊരു കോക്കോ പ്രാക്ടീസ് ഉണ്ട് ഗൈസ്. അത് കട്ടടിച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം അവിടെ നല്ല രീതിയിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കുഴപ്പമില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹന്നയാണ് ചോദിച്ചേക്കുന്നത്. ചേച്ചി, എല്ലാ ദിവസവും പഠിപ്പിക്കുന്നത് നമ്മളിരുന്ന് പഠിക്കും, മൺഡേ പോയി എക്സാം എഴുതും. പിന്നെ ആ ചാപ്റ്റേഴ്സ് നമ്മൾ ജനുവരിയിൽ ക്ലാസ് കഴിയുമ്പോഴല്ലേ വീണ്ടും റിവേഴ്സ് ചെയ്യുക. എടാ, അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ പോർഷൻസ് എല്ലാം ഏകദേശം ജനുവരി ആകുമ്പോഴത്തേക്ക് തീർക്കും. പിന്നെ ഒരു ഫെബ്രുവരി മുതൽ അല്ലെങ്കിൽ ഒരു ജനുവരി ഹാഫ് മുതൽ നിങ്ങൾക്ക് എക്സാംസ് ആയിരിക്കും. ഫുള്ള് മോഡൽ എക്സാംസ് ആയിരിക്കും. ആ സമയത്ത് ചില പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ മാർക്ക് കുറഞ്ഞ് ഡിപ്രസ്ഡ് ആയിട്ട് അവർ വീടെടുത്ത് പേരൻസുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതാണ്. എടാ, അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ വീക്ക്ലി എക്സാംസ് നടക്കും. വീക്ക്ലി എക്സാംസിന് നമ്മൾ പോയി പഠിച്ചിട്ട് എഴുതും. പിന്നെ ഇപ്പോൾ ഈ കുറേ വീക്ക്ലി എക്സാംസിൻ്റെ പോർഷൻസ് ചേർത്തിട്ട് നിങ്ങൾക്ക് ഓണത്തിലോ ക്രിസ്മസിനോ പൂജയ്ക്കോ ഒക്കെ ഓണം മോഡൽ എക്സാം, ക്രിസ്മസ് മോഡൽ എക്സാം, പൂജ മോഡൽ എക്സാം അങ്ങനെയുണ്ട്. സാധാരണ നമ്മൾ ഈ ബുക്ക് പൂജ വയ്ക്കുന്ന സമയത്തല്ലേ ഒന്നും പഠിക്കാത്തത്. ബ്രില്യൻറ്റിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്താണ് കൂടുതലും പഠിക്കുന്നത്. കാരണം പൂജ ആ ഒരു ഹോളിഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാകും. കുറേ വീക്ക്ലി എക്സാംസ് നിങ്ങൾ എഴുതിയ പോർഷൻസ് ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാകും. അന്നേരം കുറച്ചൊക്കെ പഠിക്കും. അതായത് ഇപ്പം നിങ്ങൾ മൺഡേയിൽ 3 ചാപ്റ്റേഴ്സ് എക്സാം എഴുതി, അടുത്ത മൺഡേയിൽ 3 ചാപ്റ്റേഴ്സ് എക്സാം എഴുതി, അങ്ങനെ കുറേ മൺഡേസ് ചേരുമ്പം ഇപ്പോൾ ഓണത്തിൻ്റെ അവധി വല്ലതും വരും. അന്നേരം ആ ഓണത്തിൻ്റെ അവധി കഴിയുമ്പം ഇത്രയും ചാപ്റ്റേഴ്സും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്കൊരു മോഡൽ എക്സാം കാണും. അത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കാണും. അതായത് അത്യാവശ്യം എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉള്ള രീതിയിൽ നമ്മുടെ നീറ്റിൻ്റെ ഒരു മിനി വേർഷൻ എക്സാം കാണും.
അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പറ്റുന്ന സാഹചര്യം പോലെ തന്നെ നിങ്ങൾ ഇപ്പം ചില ചാപ്റ്റേഴ്സ് കണ്ടിന്യൂഷനായിട്ടൊക്കെ വരത്തില്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പം ഇപ്പോൾ വേറെ ഏതെങ്കിലും ചാപ്റ്റർ വായിക്കുമ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുവാണെങ്കിൽ മറ്റേ പോർഷൻസൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവസാനം ജനുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയാവും. ഈ ജനുവരിയിലെ മോഡൽ എക്സാംസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും 3 ദിവസം ഗ്യാപ്പിലായിരിക്കും ഈ ഒരു 10-16 ചാപ്റ്റർ ഒരു സബ്ജക്റ്റിൽ 10-16 ചാപ്റ്ററിൻ്റെ എക്സാം ആയിരിക്കും. 16 വരത്തില്ല, അവിടെ 8 ചിലപ്പോൾ മിനിമം ഫിസിക്സിനകത്ത് ഒരു 8 ചാപ്റ്റർ, കെമിസ്ട്രിക്കകത്ത് ഒരു 8 ചാപ്റ്റർ, ബയോളജിക്കകത്ത് ഒരു 8 ചാപ്റ്റർ ചേർത്ത് നിങ്ങൾക്ക് ഓരോ 3 ദിവസം കൂടുമ്പോഴും ജനുവരി മുതൽ എക്സാംസ് ആയിരിക്കും. പിന്നെ ഇതെല്ലാം കൂടി ഈ 8 എന്നുള്ളത് പിന്നെ 16 ആവും, 16 പിന്നെ 24 ആവും. അതായത് ഒരു സബ്ജക്റ്റിൽ 16 ചാപ്റ്റേഴ്സ് വീതം എക്സാം വരും, പിന്നെ അത് 24 ചാപ്റ്റേഴ്സ് വീതം എക്സാം വരും. പിന്നെ ഗ്രാജുവലി അത് നമ്മുടെ നീറ്റിൻ്റെ പാറ്റേണിൽ ഫുൾ എക്സാംസ് വരും. എന്തായാലും നിങ്ങൾ കുറേ എക്സാംസ് എഴുതിയിട്ടേ നീറ്റ് എക്സാമിന് പോകത്തുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ കുറേ എക്സാംസ് എഴുതുമല്ലേടാ, അപ്പം ആ ഒരു ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. ചില എക്സാംസിനൊന്നും നമുക്ക് ചിലപ്പോൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി എഴുതാൻ പറ്റത്തില്ല, കാരണം ആരെക്കൊണ്ടും തീരത്തില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ആ ഒരു കോൺഫിഡൻസിൽ പോയി എഴുതുക, നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലേടാ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും തന്നെ, പിന്നെ നമ്മൾ ഇത് തന്നെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേച്ചി ഫസ്റ്റ് ഇയർ ഏതാ ബുക്ക് വാങ്ങേണ്ടത്? അനാറ്റമിയൊക്കെ ചെറുതായിട്ട് പറയാടാ. വിശ്രാം സിംഗ് നല്ലതാട്ടോ, ചൗരസി നല്ലതാണ്, പക്ഷെ കൂടുതൽ പേരും വിശ്രാം സിംഗ് ആട്ടോ അനാറ്റമി മേടിക്കുന്നത്. ഹിസ്റ്റോളജി IB സിംഗിൻ്റെ ബുക്കാണ് മേടിക്കുന്നത്. എടാ അത് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല, ഒരു വീഡിയോ ആയിട്ട് പറ്റുവാണ് ചെയ്യാം കേട്ടോ. ചേച്ചി ബ്രില്യൻറ്റിൽ യൂണിഫോം ഉണ്ടോ? അപ്പം അങ്ങനെയൊക്കെ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എടാ, ഫ്യൂച്ചർ ഡോക്ടർ. എല്ലാവരുടെയും എന്താണ് നമ്മുടെ ഇത് അടിപൊളിയാട്ടോ, ഫ്യൂച്ചർ ഡോക്ടർ, ഡ്രീം ഡോക്ടർ. ഞാനും അതുപോലെ ആയിരുന്നു കേട്ടോ. നീറ്റ് കിട്ടുന്നവരെ ഡ്രീം ഡോക്ടർ എന്നായിരുന്നു എൻ്റെ മെയിൽ IDയിലെ ഇത് കൊടുത്തിരുന്നത്. അപ്പം അങ്ങനെ ഫ്യൂച്ചർ ഡോക്ടർ ചോദിച്ചിരിക്കുന്നത്, ചേച്ചി സാനിറ്ററി പാഡിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? നമ്മൾ പോകുമ്പോൾ ആവശ്യത്തിനുള്ളത് കൊണ്ടുപോയാൽ മതിയോ? അവിടുന്ന് വാങ്ങാൻ പറ്റൂലേ? ചേച്ചി എന്തായിരുന്നു ചെയ്തേ? എടാ പാഡൊക്കെ കിട്ടും, പാഡൊക്കെ അവിടെ മേടിക്കാൻ കിട്ടും, എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ, അടുത്ത എല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു വലിയ പാക്കറ്റ് പാഡൊക്കെ മേടിച്ചുകൊണ്ട് പോക്കോ. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ന്യൂസ് പേപ്പറും കൂടെ എടുത്തുകൊണ്ട് പോക്കോ, നമുക്ക് റാപ്പ് ചെയ്തിട്ട് ഇടാമല്ലോ. ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എല്ലായിടത്തും ആവശ്യം വരുമല്ലോ. നമുക്കിപ്പം ബുക്സൊക്കെ ചിലപ്പം ഷെൽഫിലൊക്കെ വെക്കണമെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ ഇട്ടിട്ട് വെക്കാമല്ലോ. അപ്പം അങ്ങനെ കരുതി കൊണ്ടുപോകാം. ന്യൂസ് പേപ്പറൊക്കെ കുറച്ച് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ചോദിക്കൂ, അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇത്ര ലെങ്തി ആയി പോയോണ്ടാണ്. അപ്പോൾ ശരിയാടാ, ടാറ്റാ.